സയ്യിദ് അന്ത്യ ടെലിഫോണുണ്ട് ഫിലിം ചേംബർ പ്രതിനിധി ശ്രീ സയ്യിദ് അന്ത്യയായിട്ട് ഷൈനെ മാറ്റി നിർത്താനാണോ തീരുമാനം? അല്ല, അത് തിങ്കളാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം ഈ പെൺകുട്ടി നൽകിയ പരാതി അനുസരിച്ചുള്ള യോഗത്തില് തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് വിളിച്ചിരിക്കുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് 7 സംഘടനകൾ ചേർന്ന 3 പ്രതിനിധികളാണ്. വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല. ഫിലിം ചേംബറിന്റെ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇത് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും IC രൂപീകരിച്ചിരിക്കുന്നത്. ICയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ യാതൊരു വിധത്തിലുള്ള പെൺകുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലും ഉള്ള ഹറാസ്മെന്റ് ഒരു തരത്തിലുമുള്ളത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതവിടെ 5 പേരടങ്ങുന്ന ഒരു IC ഉണ്ടാവും. അങ്ങനെ അത് മോണിറ്റർ ചെയ്യുന്നത് ഫിലിം ചേംബറാണ്. അത് എല്ലാ ലൊക്കേഷനിലും അതുണ്ട്. ആ സാഹചര്യത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പരാതി റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിലും ആ പരാതി ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച 3 മണിക്ക് ചേംബർ ഹാളിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഈ കാര്യം ചർച്ച ചെയ്യും. അതിനകത്ത് യാതൊരു വിധത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അഭിപ്രായം പറയാത്ത കാര്യമില്ല. ഞങ്ങളുടെ കമ്മിറ്റി പ്രധാനമായും ശിക്ഷണ നടപടികൾ, അതായത് മാറ്റി നിർത്തൽ ഉൾപ്പെടെ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അല്ല, ഈ ഷൈനെ നമുക്കറിയാം, ഷൈന്, ശ്രീനാഥ് ഭാസി ഇവരെയൊക്കെ ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ എങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ സാധിക്കും? നമ്മൾ ഒരുപാട് സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആ ഇൻഡസ്ട്രിക്ക് നാണക്കേടാകുന്ന വിധത്തിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസർമാർക്കൊക്കെ ഒരുപാട് പരാതി ഉള്ളപ്പോൾ എങ്ങനെ ഇവരെ വെച്ച് പൊറപ്പിക്കാൻ സാധിക്കും? ശക്തമായി തന്നെ മുന്നോട്ട് പോകണ്ടേ സാർ? അല്ല, നമുക്കൊരു തൊഴിലിടങ്ങളിൽ ഒരാളെ വിലക്കാനുള്ള അധികാരമില്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇതനുസരിച്ച് നമുക്ക് പറ്റില്ല. പക്ഷേ ഞങ്ങളത് പറയാറുണ്ട്. ഇത്തരം ആൾക്കാരെ വെച്ച് സിനിമ നിർമ്മിക്കരുത്, അത് നിർമ്മിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ആണെന്ന് പറയാറുണ്ടെങ്കിലും ചില പ്രൊഡ്യൂസർമാർ പുതുതായി വന്ന് ഇവരെ വെച്ച് പടം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ തരുമ്പോൾ നോ പറയാൻ ഞങ്ങൾക്കാവില്ല. കാരണം ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരേ അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ നിർമ്മിക്കുന്നവർ തന്നെ അതിന്റെ സഫറിങ് ഏൽക്കേണ്ടി വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് അവരെ ബാൻ ചെയ്യാൻ അധികാരമില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത്രയും ആയപ്പോൾ പല പ്രശ്നങ്ങളായി നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ വളരെ ഗൗരവമായി നമ്മളത് കാണുകയും ഉറപ്പായിട്ടും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കമ്മിറ്റി തീരുമാനിക്കും. 3 മണിക്ക് 4 മണിയോട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. സജീവമായി അതിന് ഞങ്ങൾ പങ്കെടുക്കും. എന്റെ അഭിപ്രായം വ്യക്തിപരമായി ജനറൽ സെക്രട്ടറി ഓഫ് ഫിലിം ചേംബർ ഇതിനകത്ത് ഇദ്ദേഹത്തിന് മാറ്റമിത്രമാണ് എന്റെ അഭിപ്രായം. പക്ഷെ ആ അഭിപ്രായത്തെ എല്ലാവരും അത് ശരിവെക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി എന്താണ് അതിന്റെ ഒരു ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മനസ്സിലാവും. ശരി, അതാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം. ഏതായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സയ്യിദ് അന്ത്യ വ്യക്തമാക്കുന്നത്.